ചൊവ്വയിൽ ശാസ്ത്രജ്ഞർ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. ഭൂമിയിലെ എവറസ്റ്റ് കൊടുമുടിയെ മറികടക്കുന്ന ഭീമാകാരവും അതുല്യവുമായ ആകൃതിയിലുള്ള ഒരു അഗ്നിപർവ്വതം ചൊവ്വയിലുണ്ട് എന്നതാണത്. വ്യക്തമായ കാഴ്ചയിൽ ആയിരുന്നെങ്കിൽ പോലും ഇത്ര കാലവും ഈ അഗ്നിപർവ്വതം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നത് അത്ഭുതകരമാണ്. മാർച്ച് 13 ടെക്സസിലെ വുഡ്ലാൻഡ്സിൽ നടന്ന 55ാമത് ലൂണാർ ആൻഡ് പ്ലാനറ്ററി സയൻസ് കോൺഫറൻസിൽ മാർസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനും പഠനത്തിന്റെ മുഖ്യ രചയിതാവുമായ ഡോക്ടർ പാസ്കൽ ലീ ഈ ശ്രദ്ധേയമായ കണ്ടെത്തൽ വെളിപ്പെടുത്തുകയായിരുന്നു. ചൊവ്വയുടെ മധ്യരേഖയ്ക്ക് സമീപമുള്ള നോക്ടിസ് ലാബിരന്തസ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മലയിടുക്കുകളുടെ ഒരു സങ്കീർണ ശൃംഖലയുടെ സവിശേഷത കാരണമാകാം ഈ അഗ്നിപർവ്വതം ദശാബ്ദങ്ങളായി ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ ലീയും മേരിലാൻഡ് സർവകലാശാലയിലെ ജിയോളജി ഡോക്ടറൽ വിദ്യാർത്ഥി സൗരഭ് ശുഭവും ചേർന്നാണ് ചുറ്റുപാടുമുള്ള ഭൂപ്രകൃതിയിൽ കൂടിച്ചേരുകയും പരിസ്ഥിതി ശക്തികളാൽ വൻതോതിൽ നശിപ്പിക്കപ്പെടുകയും രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ഈ അഗ്നിപർവ്വതത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. നോക്ടിസ് അഗ്നിപർവ്വതം എന്നാണ് സംഘം താൽക്കാലികമായി ഇതിന് പേരിട്ടിരിക്കുന്നത്. 2015 നോക്ടിസ് അഗ്നിപർവ്വതത്തെ കണ്ടെത്താനുള്ള പഠനം ഇവർ ആരംഭിച്ചത്. ഈ പർവ്വത മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ മണ്ണൊലിപ്പും പല ഭാഗങ്ങളിലും കാലാന്തരത്തിൽ വന്നുചേർന്ന തകർച്ചയുമാവാം മുൻപ് നടന്ന സാറ്റലൈറ്റ് ഇമേജറിയിലൊന്നും ഗവേഷകരെ അഗ്നിപർവ്വതത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിൽ നിന്നും പിറകോട്ട് വലിച്ചത് എന്ന് ഡോക്ടർ ലീ CNN നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. എന്നിരുന്നാലും ഈ കണ്ടെത്തൽ ചൊവ്വയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഈ മറഞ്ഞിരിക്കുന്ന അഗ്നിപർവ്വതം ഭാവി ദൗത്യങ്ങളിൽ ചൊവ്വയിലെ വാട്ടർ ഐസ് അല്ലെങ്കിൽ ജീവന്റെ സാന്നിധ്യം പോലും തിരയാൻ മനുഷ്യരെ സഹായിക്കുമെന്ന് ഇദ്ദേഹം ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. നോക്ടിസ് ലാബിരന്തസ് മേഖലയിൽ ഉപ്പ് നിക്ഷേപങ്ങളാൽ പൊതിഞ്ഞ വലിയ ഹിമാനികളുണ്ടെന്ന് ലീയുടെയും ശുഭമിന്റെയും നേതൃത്വത്തിൽ നടന്ന ഗവേഷണം 2023 മാർച്ചിൽ സൂചിപ്പിച്ചിരുന്നു. നാസയുടെ മാർസ് റിക്കഗ്നൈസൻസ് ഓർബിറ്ററിൽ നിന്നുള്ള ഡാറ്റയുടെ കൂടുതൽ വിശകലനം ഉപ്പിനടിയിൽ ശീതീകരിച്ച ജലത്തിന്റെ സാന്നിധ്യം നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ചൊവ്വയിലെ ഭാവി മനുഷ്യ പര്യവേഷണത്തിന് ഈ അന്വേഷണം നിർണായകമാണ്. കാരണം വാട്ടർ ഐസ് മനുഷ്യരെ കൂടുതൽ പിന്തുണയ്ക്കുമെന്നും അതൊരു റോക്കറ്റ് ഇന്ധനമാക്കി മാറ്റുകയും ചെയ്യാനാകുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ. മുൻപ് പറഞ്ഞതുപോലെ 2023 മാർച്ചിൽ നോക്ടിസ് ലാബിരന്തസ് പ്രദേശം ഉപ്പ് നിക്ഷേപങ്ങളാൽ പൊതിഞ്ഞ ഒരു വലിയ ഹിമാനിയുടെ ആവാസ കേന്ദ്രമാകാമെന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള പഠനം ആരംഭിച്ചതാണ് എവറസ്റ്റിനേക്കാൾ വലിപ്പമുള്ള ഈ കണ്ടെത്തലിലേക്ക് ഗവേഷകരെ നയിച്ചത്. ആ കണ്ടെത്തൽ ലീയെയും ശുഭമിനെയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ 29,600 അടിയിൽ കണ്ടെത്തിയ കൊടുമുടി യഥാർത്ഥത്തിൽ ചൊവ്വയിലെ അഗ്നിപർവ്വതത്തിന്റെ അഗ്രമാണെന്ന് നിർണയിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 29,029 അടി ഉയരുന്ന എവറസ്റ്റിനേക്കാളും വലുതായിരുന്നു ഇത്. കൂടാതെ ഇതിനകം നമ്മുടെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായി അറിയപ്പെടുന്ന ഒളിമ്പസ് മോൺസ് ഉൾപ്പെടെ ചൊവ്വയിലെ ഒരു ഡസനിലധികം അഗ്നിപർവ്വതങ്ങളെ ശാസ്ത്രജ്ഞർ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ശാസ്ത്ര സമൂഹത്തിലുടനീളം ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകാൻ കഴിയുന്ന വിശദമായ വിവരങ്ങൾ പിയർ റിവ്യൂഡ് പേപ്പറിലൂടെ വ്യക്തമാക്കാൻ താനും ശുഭമും പരിശ്രമിക്കുകയാണെന്നും ലീ കൂട്ടിച്ചേർത്തു.